നമസ്കാരം, ദിസ് ഇസ് അനോഷിയ ഫ്രം ഇമിഗ്രേഷൻ വിസ നെറ്റ്വർക്ക്. അപ്പോൾ ഇന്നൊരു ഹോട്ട് ന്യൂസുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. പ്രത്യേകിച്ച് അത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ന്യൂസ് ആണ്. അപ്പോൾ അവർക്ക് ഫ്രം 3rd of November 2025 അവർക്ക് 20 hours പകരം 25 hours ന്യൂസിലൻഡിൽ പാർട്ട് ടൈം വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ചേഞ്ചസ് ഇമിഗ്രേഷൻ കൊണ്ടുവന്നേക്കുന്നത് ശരിക്കും സ്റ്റുഡൻസിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക, കൂടുതൽ സ്റ്റുഡൻസിനെ ന്യൂസിലൻഡിലോട്ട് കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇവർ ഈ ചേഞ്ചസ് മേക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ 20 hours പകരം 25 hours വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വേരിയേഷൻ ഓഫ് കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. ഇപ്പം നിങ്ങളുടെ വിസ ഉടനെ തന്നെ എക്സ്പയർ ആവണം. ഫോർ എക്സാമ്പിൾ ഈ കൊല്ലം അവസാനം അല്ലെങ്കിൽ അടുത്ത പോലെ ഒരു ജാനുവരി ഒക്കെ എക്സ്പയർ ആവുകയാണെങ്കിൽ പുതിയൊരു വിസ ഇടുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ആ വിസ പ്രൊസീഡ് ചെയ്ത് കിട്ടുമ്പോൾ 25 hours വർക്ക് ചെയ്യാൻ സാധിക്കും. ഇനി അല്ല നിങ്ങളുടെ ഡ്യൂറേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ 2 കൊല്ലത്തെ അല്ലെങ്കിൽ 3 കൊല്ലത്തെ വിസയൊക്കെ ഓൾറെഡി അപ്രൂവ് ആയിരിക്കുന്ന ഒരാളാണെങ്കിൽ ലെറ്റ്സ് അപ്ലൈ ഫോർ എ വേരിയേഷൻ ഓഫ് കണ്ടീഷൻസ് ഫ്രം 3rd of November 2025. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20 മണിക്കൂറിന് പകരം 25 മണിക്കൂർ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ചേഞ്ച് കൊണ്ടുവന്നേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതേ ചേഞ്ച് സെക്കൻഡറി സ്കൂൾസിൽ പഠിക്കുന്ന കുട്ടികൾക്കും അപ്പോൾ അതുപോലെ അവരുടെ പാരൻസും അവരുടെ സ്കൂളും അനുവദിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 20 to 25 hours അവർക്ക് മാറും അവരുടെ ആ വർക്ക് റൈറ്റ്സ്. അപ്പോൾ ആദ്യം പണ്ടൊക്കെ 20 hours വർക്ക് ചെയ്യാൻ സാധിച്ചിരുന്നുള്ളൂ. അപ്പോൾ അത് 25 hours കൂടുകയാണ്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഒരു ആപ്ലിക്കേഷൻ ചേഞ്ച് ആണ്. അത് ക്വിക്കായിട്ട് ഞാൻ പറയാം. കാരണം ഇപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ കോളേജോ അല്ലോ യൂണിവേഴ്സിറ്റി ചേഞ്ച് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ലോവർ പ്രോഗ്രാംസിലോട്ട് നിങ്ങളുടെ കോഴ്സ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ പണ്ടൊക്കെ ഒരു വേരിയേഷൻ ഓഫ് കണ്ടീഷൻസ് അപ്ലൈ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇനി തൊട്ട് ഇമിഗ്രേഷൻ ന്യൂസിലൻഡ് പറയുന്നത് യു ഹാവ് ടു അപ്ലൈ ഫോർ എ ന്യൂ സ്റ്റുഡന്റ് വിസ. അപ്പോൾ ഇത്രയാണ് നമുക്ക് വന്നേക്കുന്ന ചേഞ്ചസ്. ഈ ചേഞ്ചസ് എല്ലാം കൂടുതൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നേക്കുന്ന ചേഞ്ചസ് ആണ്. ഇനിയും കൂടുതൽ ബെറ്റർ ചേഞ്ചസ് അവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ടൈം പ്രോഗ്രാംസിന് അവർ പോസ്റ്റ് സ്റ്റഡി കൺസിഡർ ചെയ്യാൻ ചിന്തിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയും കൂടി അപ്ഡേറ്റ് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമ്മളെ ഫോളോ ചെയ്യുക. അതുപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളെ വിളിക്കുക. ഈ അപ്ഡേറ്റിനെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് മേക്ക് ന്യൂസിലൻഡ് യുവർ ഹോം. താങ്ക് യു സോ മച്ച്. ബൈ.